Assalamu alaikum. Hello my dear students. So in this class we are going to learn about our second chapter in chemistry. What is the chapter name? Gas laws and mole concept. Before that we can start our lesson with the dua for knowledge. Rabbi Yasir, Walatu Yasir, Watammim bil Khair, Wabikan Astahinu, Ya Fatahu, Rabbi Sidini Ilma. Rabbi Sidini Ilma, Rabbi Sidini Ilma. Okay, so we are going to start our second lesson. What is the lesson name? Gas laws and mole concept. Okay, so we know that what is a matter which can occupy the space, അല്ലേ? പിന്നെന്താണ്, സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മാറ്റർ എന്ന് പറയുന്നത്. സോ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാറ്റർ? ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാറ്റർ എന്ന് പറയുന്നത്? ദർ ആർ 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാറ്റർ: solid, liquid and gas. Solid, liquid and gases are the 3 important states of matter. Other states of matters are there, that is the plasma state, Bose-Einstein condensate and fermionic condensates are there, but the important we have to learn about only 3, that is the solid, liquid and gases. Okay, so എന്താണ് ഇതുവരെ കണ്ടുപിടിച്ചതിൽ ഒരു സ്റ്റേറ്റ്സ് 6 or 7 സ്റ്റേറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ദ ഇമ്പോർട്ടൻറ്റ് 3s ആർ solid, liquid and gases are the 3 important states of matter. We know that the solid state, in lower classes we learned about the solid states. So what is the speciality of the solid state? In solid state the molecules are very rigidly situated. വളരെ റിജിഡ് ആയിട്ടാണ് എന്തിൽ കാണപ്പെടുന്നത്, സോളിഡിൽ കാണപ്പെടുന്നത്. വാട്ട് അബൌട്ട് ദ ലിക്വിഡ് സ്റ്റേറ്റ്? ലിക്വിഡ് സ്റ്റേറ്റിൽ എങ്ങനെയാണ്? വാട്ട് അബൌട്ട് ദ ലിക്വിഡ് സ്റ്റേറ്റ്? ഇൻ ലിക്വിഡ് സ്റ്റേറ്റ് molecules are loosely packed compared to the solid state, or the freedom of movement is higher than the solid state and it is lower than the gaseous state. എങ്ങനെയായിരിക്കും ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്? ലിക്വിഡിൽ എന്താ, കമ്പയർഡ് ടു സോളിഡ് ഇറ്റ് ഈസ് ഹയർ ആൻഡ് കമ്പയർഡ് ടു gaseous state it is less. So that is the freedom of movement in liquid state. What about the gaseous state? The freedom of movement is very high. Okay, they can എന്താണ് അതിൻ്റെ ഫ്രീഡം, ദ സ്പേസ് ബിറ്റ്വീൻ ദ ഗ്യാസ് മോളിക്യൂൾ ഈസ് വെരി ഹൈ ഓൾസോ. അതായത് ഗേഷ്യസ് സ്റ്റേറ്റിൽ എങ്ങനെയായിരിക്കും? ഇൻ ഗേഷ്യസ് സ്റ്റേറ്റ് ദ സ്പേസ് ബിറ്റ്വീൻ ദ മോളിക്യൂൾ ഈസ് വെരി ഹൈ ആൻഡ് ദ അട്രാക്റ്റീവ് ഫോഴ്സ് ഈസ് വെരി ലെസ്. അപ്പം ഗ്യാസ് മോളിക്യൂൾസ് തമ്മിലുള്ള എന്താണ് ഡിസ്റ്റൻസ് വളരെ കൂടുതലാണ്, അല്ലേ? സോ ദ ഡിസ്റ്റൻസ് ഈസ് വെരി ഹൈ ആൻഡ് ദ അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? വാട്ട് അബൌട്ട് ദ അട്രാക്റ്റീവ് ഫോഴ്സ് ദെയർ? ദ അട്രാക്റ്റീവ് ഫോഴ്സ് ഈസ് ഓൾസോ വെരി ഹൈ. അതായത് അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയും വെരി ലെസ്. അതായത് ഗേഷ്യസ് സ്റ്റേറ്റിൽ എങ്ങനെയാണ്? ഗേഷ്യസ് സ്റ്റേറ്റിൽ അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ വളരെ ലെസ് ആണ്, ബിക്കോസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ മോളിക്യൂൾ ഈസ് വെരി ഹൈ. ഗ്യാസ് മോളിക്യൂൾസ് ഗേഷ്യസ് സ്റ്റേറ്റിൽ ഗ്യാസ് മോളിക്യൂൾസ് എന്ന് പറയുമ്പോൾ വളരെ അകലെയാണ്, അല്ലേ? ഡിസ്റ്റൻസ് ഈസ് വെരി ഹൈ. സോ എങ്ങനെയായിരിക്കും അതിൻ്റെ ആ ഒരു എങ്ങനെയായിരിക്കും അത് അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ വെരി ലെസ്. അപ്പോൾ അത് എന്താണ്, അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. സോ ഇൻ ദിസ് ചാപ്റ്റർ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് മെയിൻലി അബൌട്ട് ദ ഗ്യാസ്. So the gas laws and moles. What's our chapter name? Gas laws and mole concept. So in your text there are so many points to gases, certain statements. In your textbook there are so many statements related to the gaseous state. Okay, ഗ്യാസുമായിട്ട് ബന്ധപ്പെട്ട് കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. സോ വി ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട്. വാട്ട് ആർ ദ സ്റ്റേറ്റ്മെൻറ്റ്സ് റിലേറ്റഡ് ടു ദ ഗ്യാസസ്? സോ ദ ഫസ്റ്റ് പോയിന്റ് ഈസ് ഈച്ച് ഗ്യാസ് കണ്ടെയ്ൻസ് ന്യൂമറസ് മൈന്യൂട്ട് പാർട്ടിക്കിൾസ്. ഓരോ ഗ്യാസിലും എന്തുകൊണ്ട്? ഈച്ച് ഗ്യാസ് കണ്ടെയ്ൻസ് ന്യൂമറസ് മൈന്യൂട്ട് പാർട്ടിക്കിൾസ്. ഗ്യാസിൽ എന്തുകൊണ്ട്? മൈന്യൂട്ട് പാർട്ടിക്കിൾസ് ഉണ്ട്. ഓക്കെ, then when compared to the total volume of gas, the real volume of molecule is very less. The total volume compare ചെയ്യുമ്പോൾ, what about the total volume when compared with the gas? The total volume of gas is എന്താണ്, റിയൽ വോളിയമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, അത് വളരെ കുറവാണ്. റിയൽ വോളിയവും ഗ്യാസിൻ്റെ വോളിയം കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ്സ് വെരി ലെസ്. Okay, so when compared to the total volume of a gas, the real volume of molecule is very less. മോളിക്യൂളിൻ്റെ റിയൽ വോളിയം എന്ന് പറയുന്ന ഗ്യാസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും? വെരി ലെസ്. ദിസ് ഈസ് ദ സെക്കൻഡ് പോയിന്റ്. ആൻഡ് ദ തേർഡ് പോയിന്റ് ഈസ് ദ മോളിക്യൂൾ ഓഫ് എ ഗ്യാസ് ആർ ഇൻ എ സ്റ്റേറ്റ് റാൻഡം റാപ്പിഡ് മോഷൻ ഇൻ ഓൾ ഡയറക്ഷൻസ്.
Okay, നമ്മളത് പഠിച്ചിട്ടുണ്ട്. In lower classes we learned about detailed about the attractive force and the distance between the gas molecules, and it is in the random motion also. അതായത് ഇതെന്ന് പറയുമ്പോൾ വളരെ സ്പേസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, വാട്ട് അബൌട്ട് ദ സ്പേസ് ഇൻ ഗേഷ്യസ് സ്റ്റേറ്റ്? ദ സ്പേസ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും, അവ തമ്മിലുള്ള സ്പേസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്, വെരി ഹൈ. സോ എങ്ങനെയായിരിക്കും, അത് സ്പേസ് കൂടുതലായതുകൊണ്ട് തന്നെ അത് എന്ത് ചെയ്യുന്നു, റാൻഡം ആയിട്ട് മൂവ് ചെയ്യുന്നു അല്ലേ. ഇപ്പം നമ്മൾ വെൻ കമ്പയർഡ് ടു സോളിഡ് സ്റ്റേറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മോളിക്യൂൾസ് എന്ന് പറയുമ്പോൾ വളരെ അടുത്തിരിക്കുകയാണ് അല്ലേ. സോ ദ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് ഈസ് വെരി ലെസ് ആൻഡ് എന്തായിരിക്കും, അതിൻ്റെ മോഷൻ എന്ന് പറയുന്നതും വളരെ കുറവായിരിക്കും അല്ലേ. നമ്മളിപ്പോൾ ഈ റൂം കമ്പയർ ചെയ്യുക, വെൻ വി എന്താണ് കൺസിഡർ ദിസ് റൂം, ഈ റൂമിൽ നിറയെ ആൾക്കാരിരിക്കുന്നു, ദിസ് റൂം ഇസ് കണ്ടെയ്ൻ വെരി ക്രൗഡഡ് ആയിട്ടിരിക്കുക അല്ലെങ്കിൽ ഫുൾ ഓഫ് പീപ്പിൾ ആയിട്ടിരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും, അവിടെ എങ്ങനെയായിരിക്കും മോഷൻ എന്ന് പറയുന്നത്? നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മൂവ് ചെയ്യാൻ പറ്റുമോ? നോ, വി കാൺ മൂവ് വിത്തൗട്ട് അവർ ലൈക്സ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. സോ ലൈക്ക് ദാറ്റ് ഇൻ ഗേഷ്യസ് സ്റ്റേറ്റ്, ഇൻ സോളിഡ് സ്റ്റേറ്റ് ദ മൂവ്മെൻറ്റ് ഈസ് വെരി low, the molecules movement is very low. But in gaseous state നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അവിടുത്തെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്? അവിടെ മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ വളരെ കൂടുതലാണ്. ദ മൂവ്മെൻറ്റ് ഈസ് വെരി ഹൈ ആൻഡ് ദർ ഈസ് എ എന്താണ് റാപ്പിഡ് മോഷനിലായിരിക്കും. മോളിക്യൂൾസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഇങ്ങനെ റാപ്പിഡായിട്ട് അതിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അല്ലേ. ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് ഈസ് വെരി ഹൈ, സോ ഇറ്റ് ഈസ് റാപ്പിഡ് മോഷൻ, ഇറ്റ് ഈസ് ഇൻ ദ റാപ്പിഡ് മോഷൻ. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും, അത് റാപ്പിഡ് മോഷനിലായിരിക്കും. ഓക്കെ, ആൻഡ് ദ ഫോർത്ത് പോയിന്റ് ഈസ് as a result of random motion. എന്താണ് ഈ റാൻഡം മോഷൻ്റെ ഫലമായിട്ട്, ആസ് എ റിസൾട്ട് ഓഫ് ദ റാൻഡം മോഷൻ ഓഫ് ദ ഗ്യാസ് മോളിക്യൂൾസ് ദേ കൊളൈഡ് വിത്ത് ഈച്ച് അതർ. എന്ത് ചെയ്യുന്നു, ഇങ്ങനെ എന്ത് ചെയ്യുക, അത് ഇങ്ങനെ സൈമൾട്ടേനിയസ്ലി ഇത് എന്താണ്, അത് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ. ദ ഫ്രീഡം മൂവ്മെൻറ്റ് ഈസ് വെരി ഹൈ ഇൻ ദ ഗേഷ്യസ് സ്റ്റേറ്റ്, സോ ദ കൊളൈഡ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, അത് കൊളൈഡ് ചെയ്യുന്നു അല്ലേ, അത് തമ്മിൽ കൂട്ടിമുട്ടുന്നു. ദേ കൊളൈഡ് ഈച്ച് അതർ ആൻഡ് ആൾസോ കൊളൈഡ് വിത്ത് ദ വോൾസ് ഓഫ് ദ കണ്ടെയ്നർ in which it is kept. അതിൻ്റെ കണ്ടെയ്നറിൽ എന്ത് ചെയ്യുന്നു, അവിടെ ഒരു കൊളിഷൻ ഉണ്ടാവും. ദർ ഈസ് എ കൊളിഷൻ ഇൻ ദ ഗ്യാസ് മോളിക്യൂൾസ്. അവിടെ ഒരു കൊളിഷൻ ഉണ്ടാവുന്നുണ്ടല്ലേ, ബിക്കോസ് ദ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് ഈസ് വെരി ഹൈ, ബിക്കോസ് ഇറ്റ്സ് ഓൾവേസ് ഫ്രീലി ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്നു ആൻഡ് ഇറ്റ് കൊളൈഡ് വിത്ത് ഈച്ച് അതർ, പരസ്പരം കൊളൈഡ് ചെയ്യുന്നു അല്ലേ. സോ ദിസ് കൊളിഷൻ വിത്ത് വാൾസ് അക്കൗണ്ട് ഫോർ ദ പ്രഷർ ഓഫ് ദ ഗ്യാസ്. അപ്പോൾ ഈ കൊളിഷൻ, ആസ് എ റിസൾട്ട് ഓഫ് ദിസ് കൊളിഷൻ ദർ ക്രിയേറ്റ്സ് എ പ്രഷർ ദർ. അതായത് കൊളിഷൻ്റെ ഫലമായിട്ട് അവിടെ എന്ത് ചെയ്യുന്നു, ആസ് എ റിസൾട്ട് ഓഫ് ദ കൊളിഷൻ ദർ ക്രിയേറ്റ്സ് എ പ്രഷർ. കൊളൈഡ് ചെയ്യുന്നു അല്ലെങ്കിൽ കൊളിഷൻ്റെ ഫലമായിട്ട് ആസ് എ റിസൾട്ട് ഓഫ് കൊളിഷൻ ദർ ക്രിയേറ്റ്സ് എ പ്രഷർ ഉണ്ടാവുന്നു. സോ ദ നെക്സ്റ്റ് പോയിന്റ് ഈസ് ആസ് ദ കൊളിഷൻ ഓഫ് ദ മോളിക്യൂൾസ് ആർ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഇൻ നേച്ചർ. കൊളിഷൻ എന്ന് പറയുമ്പോൾ ഇലാസ്റ്റിക്, വാട്ട് ഈസ് വേർഡ് മീനിങ് ഇലാസ്റ്റിക് എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, ബിഫോർ ആൻഡ് ആഫ്റ്റർ കൊളിഷൻ ഇറ്റ് ഈസ് ഇൻ ടെക്സ്റ്റ് എന്താണ് ഒരു ഇലാസ്റ്റിക് എന്ന് പറയുന്ന വേർഡ് ഉണ്ട്. ദർ ഈസ് എ വേർഡ് കോൾഡ് ഇലാസ്റ്റിക്. ബിഫോർ ആൻഡ് ആഫ്റ്റർ കൊളിഷൻ ദേ ആർ ഇലാസ്റ്റിക് നേച്ചർ. വാട്ട് ഈസ് ദ വേർഡ് മീനിങ് ഓഫ് ദ വേർഡ് മീനിങ് ഇലാസ്റ്റിക്? ഇലാസ്റ്റിക് മീൻസ് കൈനറ്റിക് എനർജി ആൻഡ് മൊമെൻറ്റം ആർ സെയിം ബിഫോർ ആൻഡ് ആഫ്റ്റർ കൊളിഷൻ. എന്താണ് കൊളിഷന് ശേഷവും മുമ്പും എന്തായിരിക്കും, കൈനറ്റിക് എനർജി ആൻഡ് മൊമെൻറ്റം ഈസ് എന്താണ് സെയിം ആയിരിക്കും. കൈനറ്റിക് എനർജി ആൻഡ് മൊമെൻറ്റം ഈസ് സെയിം ബിഫോർ ആൻഡ് ആഫ്റ്റർ കൊളിഷൻ. ദാറ്റ് ഈസ് കോൾഡ് ഇലാസ്റ്റിക്. സോ ദ ഗ്യാസ് മോളിക്യൂൾസ് ആർ ഇലാസ്റ്റിക് ഇൻ നേച്ചർ അല്ലേ, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. ഗ്യാസ് മോളിക്യൂൾസ് ആർ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആൻഡ് ദർ ഈസ് no loss of energy. There is no loss. എനർജിയുടെ ലോസ് ഒന്നുമില്ല. There is no loss of energy. So before and after collision the kinetic energy and momentum is same. That is called elastic. So the gas molecules are always elastic in nature and there is the no loss of energy. Okay, the last point is there is no force of attraction between the gas molecules and with the walls of the container. We know that the gas molecules collide with the walls of the container. കണ്ടെയ്നറിൻ്റെ വാളുമായിട്ട് എന്ത് ചെയ്യുന്നു, കൊളൈഡ് ചെയ്യുന്നുണ്ട്. ബട്ട് ദർ ഈസ് നോ അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ ദ ഗ്യാസ് മോളിക്യൂൾസ് ആൻഡ് ദ കണ്ടെയ്നർ. അത് ഇരിക്കുന്ന കണ്ടെയ്നറും ഈ ഗ്യാസ് മോളിക്യൂൾസും തമ്മിൽ എന്തില്ല, ദർ ഈസ് നോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ കണ്ടെയ്നർ ആൻഡ് ഗ്യാസ് മോളിക്യൂൾസ്. ഓക്കെ, സോ ദിസ് ഈസ് ദ പോയിന്റ് ഓഫ് ദിസ് about gases. So the important point is you have to remember that the attractive force is very less and the freedom of movement is very high in the gas molecules. Okay, so എങ്ങനെയാണ് നമുക്ക് there is a table in your text related to these statements, so we can check what are the table. Okay, so energy of the gas molecules. What about the energy of the gas molecules? Energy of the gas molecule is very high. What about the energy of gas molecules? Energy is very high.
Okay, from this statement we can formulate some assumptions from this statement. The first one is, what about the energy in the gas molecules? The energy is very high in the gas molecules. The second point is distance between the molecules. What about the distance? What about the distance? Distance is also very high in the gas molecules. Okay, so what about the distance? Distance is also very high in the gas molecules. And what about the freedom of movement? Freedom of movement is also high in gas molecules. So what about the freedom? Freedom is very high because the distance is very high and freedom is also very high. Distance കൂടുതലാകുമ്പോൾ എന്തായിരിക്കും? ഫ്രീഡവും കൂടുതലായിരിക്കും. So the freedom of movement is very high. And attractive force. What about the attractive force between the molecules? The attractive force is also very high. What about the attractive force? Attractive force എങ്ങനെയായിരിക്കും? Very high ആയിരിക്കും. So what about the energy? It is very high. What about the distance? Very high. Freedom is also high. Freedom of movement എന്തായിരിക്കും? വളരെ കൂടുതലായിരിക്കും. Freedom of movement is also very high. So this is about the gases. Okay, correct points നമ്മൾ gases we were discussed about so many points about gases. So you have to remember one thing, that what about the distance is very high and freedom of movement is very high. So due to this freedom of movement, the gas molecules always collide with each other, but there is no force of attraction between the gas molecules and the walls of the container. Okay, this is about this gases. And what is the volume? We know that volume എന്താണെന്ന് നമുക്കറിയാലേ. We know that what is volume? The space occupied by anything. The space occupied by an object is called volume. അതായത് ഒരു ഒബ്ജക്റ്റിന് ഇരിക്കാൻ ആവശ്യമായിട്ടുള്ള സ്ഥലത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വോളിയം എന്ന് പറയുന്നത്. ഓക്കെ, കൺസിഡർ ദിസ് മാർക്കർ. ദിസ് മാർക്കർ ഹാസ് എന്താണ്? എ വോളിയം. ഈ മാർക്കറിന് ഒരു വോളിയം ഉണ്ടല്ലോ, അതായത് മാർക്കറിന് ഒക്യുപ്പൈ ചെയ്യണമെങ്കിൽ എന്ത് വേണം? അതിന് സ്പേസ് വേണം. സോ ദാറ്റ് സ്പേസ് ഈസ് കോൾഡ് ഇറ്റ്സ് വോളിയം. ആ സ്പേസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അതിൻ്റെ വോളിയം എന്ന് പറയുന്നത്. Okay, so like that the gas molecules also have volume. Gases nu endha undu? Volume undu. So we can check it out, what is the volume of the gas. Gas inde volume endana namukku check cheyam. Okay, so the space occupied by a substance is known as its volume. We know that, we already know that what is volume. So what about the volume of the gas? Gas inde volume endananu nammal we are going to discuss about what about the gas volume of the gas. Okay, so നമ്മൾ ലിക്വിഡ്, if we consider the ലിക്വിഡിനെ കൺസിഡർ ചെയ്താൽ we take 1 liter of liquid. ഒരു 1 liter ലിക്വിഡ് നമ്മൾ എടുക്കുന്നു. We take the 1 liter of liquid and it is changed into a എന്താണ്? ഒരു കണ്ടെയ്നറിൽ ഇരിക്കുകയാണ്. It is filled in a container and it is 1 liter. 1 liter ഉണ്ട്, ഒരു കണ്ടെയ്നറിൽ ഇരിക്കുകയാണ്. And this liquid or this water we changed into another container, വേറൊരു കണ്ടെയ്നറിലായിട്ട് ആക്കുന്നു. അപ്പോഴും എന്ത് തന്നെയായിരിക്കും? The measurement is same, it is 1 liter. ആ മെഷർമെൻറ്റ് എങ്ങനെ തന്നെയായിരിക്കും? 1 ലിറ്റർ തന്നെയായിരിക്കും. ബട്ട് വെൻ വി കൺസിഡർ ദ ഗ്യാസിനെ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 1 ലിറ്റർ ഗ്യാസ് എന്ത് ചെയ്യുന്നു? ഒരു സിലിണ്ടറിൽ ഉണ്ടെന്ന് വിചാരിച്ചോ. ഓക്കെ, യു തിങ്ക് ദാറ്റ് in a cylinder there is 1 liter gas and it is transferred into a 5 liter ഒരു 5 ലിറ്റർ കൊള്ളുന്ന ഒരു സിലിണ്ടറിലേക്ക് വി ട്രാൻസ്ഫേർഡ് ഇൻ ടു എ കണ്ടെയ്നർ വിച്ച് എന്താണ്? അതിനകത്ത് 5 ലിറ്റർ കൊള്ളുന്ന ഒരു കണ്ടെയ്നറിലോട്ട് മാറ്റുന്നു. ദെൻ വാട്ട് അബൌട്ട് ദ വോളിയം? ഇറ്റ്സ് 5 ലിറ്റർ. വോളിയം ഓഫ് ദ ഗ്യാസ് ഇസ് 5 ലിറ്റർ. അതായത് മനസ്സിലായോ? അതായത് ലിക്വിഡിൻ്റെ വോളിയം ദർ ഈസ് നോ ചേഞ്ച് ഇൻ ദ ലിക്വിഡ്. എന്താണ്? ലിക്വിഡിൻ്റെ വോളിയം അവിടെ ചേഞ്ച് ഒന്നുമില്ല. ബട്ട് വെൻ വി കൺസിഡർ ദ ഗ്യാസ് ദ വോളിയം will change. വോളിയം എന്ന് പറയുന്നത്, ഗ്യാസിൻ്റെ വോളിയം എന്ന് പറയുന്ന കണ്ടെയ്നറിനെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഇറ്റ്സ് ചേഞ്ച്ഡ്. ഓക്കെ, സോ വാട്ട് അബൌട്ട് ദ വോളിയം ഓഫ് ദ ഗ്യാസ്? വോളിയം ഓഫ് ദ ഗ്യാസ് ഈസ് ദ വോളിയം ഓഫ് കണ്ടെയ്നർ വിച്ച് ഇറ്റ് ഓക്യുപ്പൈസ്. ഏത് കണ്ടെയ്നറിലാണോ ഇരിക്കുന്നത്? ഇപ്പോൾ 5 ലിറ്ററിൻ്റെ കണ്ടെയ്നറിലാണെന്നുണ്ടെങ്കിൽ ഗ്യാസ് എങ്ങനെയായിരിക്കും? 5 ലിറ്റർ ആയിരിക്കും. ഈ 5 ലിറ്റർ വെൻ വി ട്രാൻസ്ഫർ ടു 6 ലിറ്റർ ദ വോളിയം ഈസ് 6 ലിറ്റർ. മനസ്സിലായോ? സോ ദാറ്റ് ഈസ് ദ തിങ് അബൌട്ട് ദ വോളിയം ഓഫ് ദ ഗ്യാസ്. സോ വാട്ട് അബൌട്ട് ദ വോളിയം ഓഫ് ദ ഗ്യാസ്? വോളിയം ഓഫ് എ ഗ്യാസ് ഇസ് ദ വോളിയം ഓഫ് ദ കണ്ടെയ്നർ വിച്ച് ഇറ്റ് ഓക്യുപ്പൈസ്. ഏത് കണ്ടെയ്നറിലാണോ പിന്നെ ഗ്യാസ് ഇരിക്കുന്നത് അതിൻ്റെ വോളിയം ആയിരിക്കും എന്തെന്ന് പറയുന്നത്? ഇതിൻ്റെ ഗ്യാസിൻ്റെ വോളിയം എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് അബൌട്ട് ദ വോളിയം ഓഫ് ദ ഗ്യാസ്. ഓക്കെ, സോ in this class we were discussed about the statements in gases.
ഗ്യാസസിൻ്റെ കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് പറഞ്ഞത്. സോ യു ഹാവ് ടു റിമെമ്പർ ദീസ് ത്രീ തിങ്സ്. എനർജി ഈസ് വെരി ഹൈ, ഡിസ്റ്റൻസ് ഈസ് വെരി, ആൻഡ് ഓൾസോ ദ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് ഈസ് വെരി high in gases. In the next class we will discuss about the pressure, temperature and volume and the relationship between these, and there is a laws behind this, that is the gas laws. So in the next class we will discuss about the gas laws. So now we can wind up the class. Thank you.